അല്ലാഹുവേ പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിവാഹം കഴിഞ്ഞു ഒരുപാട് കൊല്ലം കാത്തിരിക്കുകയാണ് തനിക്കൊരു പൊന്നുമോനെ കിട്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മകനോട് വല്ലാത്ത സ്നേഹമാ അബൂ തൽഹയ്ക്ക് തന്റെ പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമാണ് എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുകയോ അവസാനം ഒരു ദിവസം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറയുന്ന പെണ്ണ് എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണേ ഭാര്യയുടെ കയ്യിലേക്ക് തന്റെ പൊന്നുമോന്റെ കൈ പിടിച്ചു കൊടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി നടക്കുകയാണ് പടച്ചവരേ അവിടുന്ന് യാത്ര പോയി ദിവസങ്ങൾ കഴിയുമ്പോ തന്റെ പൊന്നുമോര് പനി പിടിക്കുകയാ എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടുകയാ അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല ന്റെ പൊന്നുമോര് പടച്ചവൻ അവിടെ നിന്ന് മരണപ്പെടുകയാ എന്ത് ചെയ്യണമെന്നറിയില്ല ഭർത്താവ് നാട്ടിലില്ല പൊന്നുമോര് മരിച്ചിരിക്കുകയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല പടച്ചവരെ പൊന്നുമോന്റെ മയ്യത്തെടുത്ത് മടിയിൽ വെച്ചിട്ടിരുന്ന് കരയുകയാണ് അല്ലാഹുവേ അവസാനം റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ ഭർത്താവ് നാട്ടിലില്ല നബിയേ എന്ത് ചെയ്യണം അല്ലാഹുവിന്റെ റസൂല് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ക്ഷമിക്കുന്നു സുലൈം പറഞ്ഞോ അൽഹംദുലില്ലാഹ് പറയുന്നു സുലൈം നിന്റെ പൊന്നുമോ നാളെ നിന്നെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ റസൂലുള്ളാഹി പറയുന്നു തന്റെ പൊന്നുമോര് മരിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഉമ്മു സുലൈം അവിടെ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം മകനെ മരിച്ചു കിടക്കുമ്പോഴും റബ്ബിനെ ശുക്ർ ചെയ്യുകയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അവിടുന്ന് ചോദിച്ചു നബിയേ ഭർത്താവ് നാട്ടിലില്ല നബിയേ എന്തേ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് കുളിപ്പിച്ച് കബറടക്കം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോരെ എടുത്ത് കുളിപ്പിക്കുകയാ മരിച്ചു കിടക്കുന്ന 9 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന വേദനയും നിന്ന് പ്രസവിച്ച തന്റെ കരളിന്റെ കഷ്ടത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് പൊന്നുപോലെ വെള്ളത്തുടിയിൽ പിടിട്ട് സഹാബത്തിന്റെ കയ്യിൽ കൊടുക്കുകയാ അവര് കൊണ്ടുപോയി ജനാസ കബറടക്കി പിളച്ചവരെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു രാത്രി കടന്നിട്ട് ഉമ്മു സുലൈമിന് ഉറക്കം വരുന്നില്ല റബ്ബേ കടന്ന് കരയുകയാ കാരണമെന്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ മടങ്ങി വരികയാണ് യാത്ര കഴിഞ്ഞ് ഭർത്താവ് വരികയാണ് മകൻ മരിച്ചുപോയെന്ന വാർത്ത ഭർത്താവ് അറിഞ്ഞിട്ടില്ല പടച്ചവരെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യ വീടിനകത്ത് കിടന്ന് കരയുകയാണ് അവസാനം അല്ലാഹുവേ സുബഹിന്റെ സമയമെത്തുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കുളിച്ചിറങ്ങിയിട്ട് നല്ല വസ്ത്രങ്ങളും ധരിച്ചിട്ട് വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ അതാ വരുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് സലാം പറയുകയാ വീടിനകത്തേക്ക് കിടക്കുമ്പോഴേ അവിടുന്ന് ചോദിച്ചു ഉമ്മു സുലൈം എന്റെ പൊന്നുമോനെവിടെ ഉമ്മു സുലൈം കള്ളം പറയുകയാ നമ്മുടെ മകനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ ഭർത്താവ് വീടിനകത്തേക്ക് കയറി പടച്ചവരേ ഭാര്യയെന്ന് പറഞ്ഞാലങ്ങനാ
അല്ലാഹുവേ മാസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ മനസമാധാനം കൊടുക്കാത്തവളല്ല, ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്നവളല്ല, പരിഹസിക്കുന്നവളും കുത്തുവാക്ക് പറയുന്നവളുമല്ല. സ്വന്തം മകൻ മരിച്ചതുപോലെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് പൊന്നുമോ മരിച്ചുപോയെന്ന് പറഞ്ഞില്ല. പടച്ചവരെ വീടിനകത്തേക്ക് കയറി കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു, പടച്ചവരെ ധരിക്കാനുള്ള വസ്ത്രം എടുത്തു കൊടുത്തു. അപ്പോഴൊന്ന് സുലൈമിന്റെ മനസ്സിൽ അല്ലാഹുവേ ഭർത്താവ് യാത്ര കഴിഞ്ഞ് വരികയാണല്ലോ, ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. സർവ്വവേദനകളും മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തേക്ക് വിളിക്കുകയാ. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു, തൽഹാ ആരെങ്കിലും ഒരു മനുഷ്യൻ അമാനത്തായി നൽകിയാൽ അത് തിരിച്ചു ചോദിക്കുന്ന കൊടുക്കലോ തൽഹാ. റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, അമാനത്തല്ലേ പെണ്ണ്, അത് തിരിച്ചു കൊടുക്കണമല്ലോ. ആര് ചോദിച്ചാൽ അതിന്റെ ഉടമസ്ഥൻ ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കണമല്ലോ. ഉമ്മു സുലൈമിന്റെ കണ്ണു നിറയുകയാ, ഉമ്മു സുലൈമിരുന്ന് കരയുകയാണ്. തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുന്ന ഭാര്യയോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, തൽഹ അല്ലാഹു നമുക്ക് അമാനത്തായി നൽകിയ നമ്മുടെ പൊന്നുനൂർ അവനെ തിരിച്ചു വിളിച്ചു, തൽഹ അവന് മരിച്ചുപോയി, തൽഹ ഇടിനാദം പോലെയാ തൽഹ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നത്. പഠിച്ചവരെ ഇരുന്ന് കരയുകയാ. മകനവല്ലാതെ സ്നേഹിക്കുന്ന വാപ്പയാണല്ലോ, സഹിക്കാൻ കഴിയാതെ കരയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയുമോ? മകൻ മരിച്ചതിനേക്കാളും വലിയ വേദന ഭാര്യ വീട്ടിൽ വന്നപ്പോ പറഞ്ഞില്ലല്ലോ, എന്റെ ഭാര്യ എന്നോടത് പറഞ്ഞില്ലല്ലോ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സുബഹിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് സുലൈമിനെ വേണ്ട നബിയേ, ഇവരുടെ കൂടെ ഒരു ജീവിതമില്ല നബിയേ, എനിക്കിവളെ വേണ്ട നബിയേ, വേണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്ന് പറയുകയാണ്. റസൂലുള്ള ചോദിച്ചു, തൽഹ കാരണമെന്ത്? യാ റസൂലല്ലാഹ്, എന്റെ മകൻ മരിച്ച വാർത്ത ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ. ഇവളെ വീട്ടിലേക്ക് കയറി വന്നപ്പോ എന്നെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. എനിക്കിവളെ ഭക്ഷണം വിളമ്പിക്കുന്നു, അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, തൽഹ ഇവളെപ്പോലെ ഒരു നല്ല ഭാര്യ നിനക്ക് കിട്ടിയല്ലോ. ഏതുമ്മയ്ക്ക് അതിന്റെ